ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വാഴപ്പിണ്ടി തോരനാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ഇത് ഞാൻ നന്നായി വൃത്തിയാക്കി കഴുകി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടിയാണ്. പിന്നെ അരമുറി തേങ്ങ, ഒരു വറ്റൽമുളക്, 2 കാന്താരി മുളക്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചുവന്നുള്ളി. ഇനി ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. ഈ തേങ്ങയിലോട്ട് ഞാനൊരു 2 കാന്താരിമുളക്, നിങ്ങൾക്ക് കാന്താരിമുളക് എരിവിനനുസരിച്ച് ഉപയോഗിക്കാം. ചിലപ്പോൾ എരിവ് കൂടുതൽ വേണ്ടവർക്ക് അതിനനുസരിച്ച് 2ഓ 3ഓ അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ മാറ്റി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ചുവന്നുള്ളി, പിന്നെ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യമുണ്ട്. അതും ഞാൻ ഇതിലോട്ട് ഇടുവാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ചീനച്ചട്ടി അടുപ്പിൽ വയ്ക്കുക. അതിലോട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോഴേക്കും കടുകിടുക. കടുക് പൊട്ടുമ്പോഴേക്കും കുറച്ച് ഉഴുന്നുപരിപ്പ് ചേർക്കുക. എന്നിട്ട് അതിലോട്ട് ഒരു വറ്റൽമുളക് ചേർക്കുക. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന വാഴപ്പിണ്ടി ഇതിലോട്ട് ചേർക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കുക. തേങ്ങ ചേർത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ ഞാനിവിടെ രുചിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു കഷ്ണം ശർക്കര കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഇതിന് കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇത് അടച്ച് വെച്ച് വേവിക്കുക. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് മിക്സ് ചെയ്ത് നോക്കട്ടെ. ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. സ്വാദിഷ്ടമായ വാഴപ്പിണ്ടി തോരൻ റെഡിയായി കഴിഞ്ഞു. നമുക്കിനി ഇത് ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണിത്. നന്ദി.